മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കത്തുന്നു വിവാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിൽ രാഷ്ട്രീയവാദം ചൂടുപിടിക്കുകയാണ്. ദിവസങ്ങൾക്കകം നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കവചമൊരുക്കുകയാണ് CPM നേതാക്കൾ. പരാമർശത്തിൽ മുഖ്യമന്ത്രി തന്നെ വിശദീകരണവുമായി മാധ്യമങ്ങളെ കണ്ടേക്കും. പരാമർശത്തെ CPI പിന്തുണച്ചിട്ടില്ല. സ്വർണ്ണക്കടത്ത് വഴി മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് വിവാദം ആളിക്കത്തുന്നത്. PV അൻവർ ഇന്നും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. മലപ്പുറത്തെ താറടിച്ചു കാണിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും നിലപാട് മാറിയെന്ന RSSനെ ബോധ്യപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും PV അൻവർ. മാറുന്ന CPM സമീപനത്തിന്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിവരട്ട് പറയാൻ കഴിയില്ല. നേരെ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് ഹിന്ദുവിൽ വന്ന് നാളെ BJP RSS നേതൃത്വത്തിന് മുമ്പിൽ ഡൽഹിയിലെത്തണം. അപ്പം എന്താ, പിണറായി സ്റ്റാൻഡൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലുള്ള മുഖ്യമന്ത്രിയുടെ പിന്തുണ തകർക്കുകയാണ് PV അൻവർ ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യമെന്ന് CPM പ്രതിരോധിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിവാദങ്ങളിലെ മറുപടി ഒറ്റവാക്കിൽ ഒതുക്കി. മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ദുരുദ്ദേശത്തോടെ വളച്ചൊടിച്ചെന്നും പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണെന്നും മറ്റു CPM നേതാക്കളും പ്രതികരിച്ചു. ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല. നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ CPIയുടെ പിന്തുണയില്ല. മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തട്ടെ എന്നായിരുന്നു മന്ത്രി K രാജന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ പറയേണ്ട ആളുകൾ നമ്മളല്ല. ഏതു സാഹചര്യത്തിൽ ഏതു വിഷയത്തിൽ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷമേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അത് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മതി. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ മലപ്പുറം വിവാദം സഭാതലത്തിലുമെത്തും. അതിനു മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയേക്കും. 24 തിരുവനന്തപുരം.